അയലുണ്ട്, മത്തിയുണ്ട്, ചെറിയ ചെമ്മീനുണ്ട്. എന്നാ ചെമ്മീൻ മേടിക്കമ്മ. വേറെ എകരം കൂടി പോയിക്കുന്നു. ഞാൻ ഒറ്റ സ്ഥലം പോയി വരുന്ന കണ്ടിട്ട് ചെമ്മീൻ ഇതാ. പിന്നെ സ്രാവിൻ്റെ തല മുറിച്ചുണ്ട്, മത്തിയുണ്ട്, അയിലുണ്ട്. ഇത്ര ഇത് പണി ഉണ്ടാവും മോനെ. അതല്ല ചിലർക്ക് നമ്മുടെ നാട്ടുകാർക്ക് രസമാണെന്നറിയും. നോക്ക് മതിയോ? അതൊക്കെ അല്ല, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കിത് ശീലമുള്ളതാണ്. ഞാൻ എവിടെയാ? നമ്മൾ കൊല്ലം. കൊല്ലത്ത് പിന്നെ ആലപ്പുഴ കൊല്ലമൊക്കെ. നമുക്ക് കായലിലെ കൊഞ്ച് ഇഷ്ടം പോലെ കിട്ടുന്നു. ഞാനൊരു ദിവസമേ അത് അവിടെ ഉദ്ദേശിച്ച് ഒരാൾക്ക് മീൻ കൊടുത്തു. എന്തെങ്കിലും ഭയങ്കര കഷ്ടമാണ്. പക്ഷെ ഒന്നും അതെ എൻ്റെ കണക്കിന് ആവും നമ്മളൊന്നും മുറിക്കൂല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ആ ഇങ്ങോട്ട് എടുത്തിട്ടിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളോട് ചോദിച്ചോളും. ഞാൻ ഇതാ ഇത് പ്രശ്നം കേട്ടോ. ആയിസായിട്ട് 100 രൂപയുടെ ചെമ്മീനാണ് കൊഞ്ച്. കൊഞ്ച് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ പരിഷ്കാരമായി പോകും. ഇവിടുത്തെ ഭാഷയിലൊക്കെ പറഞ്ഞു കേട്ടാ. ഓ കൊഞ്ച് ചുമപ്പുണ്ട് ഇതിനകത്തില്ലേ. കടലിലെ കൊഞ്ച. വെള്ള ഇത് നമ്മുടെ കായലിൽ കിട്ടുന്ന നാരഞ്ചമ്മീൻ്റെ ഇത് തള്ളിക്കൊഞ്ച്. തള്ളിയല്ല, അല്ല നാരൻ തള്ളിയത്. എൻ്റെ മീശ നോക്കമ്മ. മീശ നാരന് വെള്ള കൂടെ മിക്സ് ആയിട്ടാ. ഇത് മിക്സഡ് തിരിഞ്ഞതിന് ബാക്കി വരുന്നതാ. ഹായ്, നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൈസ് ഉണ്ടോ കൊഞ്ച് ഉണ്ടോ, ഇവിടെയും ഉണ്ട്. ഇത് കടക്കൊഞ്ച, കായലിലെ കൊഞ്ചല്ല. അപ്പോൾ എന്തായാലും ഇത് നമുക്കിന്ന് തീയൽ വെക്കാം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാ ദിവസവും അവിടെ കടയിൽ പോയായിരുന്നു മീൻ മേടിക്കുന്നത്. കുറച്ച് ദൂരമാണ്. അപ്പോൾ പാലാഴി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയായിരുന്നു മീൻ മേടിക്കുന്നത്. ഇവിടുന്ന് മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് പോകാൻ സമയമില്ല. കാരണം ഇന്ന് ചേട്ടൻ ഇന്ന് നാട്ടിലോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് പോകുന്നില്ല. ചേട്ടൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. കാരണം നമ്മുടെ വള്ളം അവിടെ കരക്കി വെച്ചിരിക്കുക. അപ്പം അത് എന്നൊന്ന് എണ്ണ കൊടുക്കണം, അതാ കാര്യം. അപ്പോൾ അവിടെ വെയിലോ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത്, നല്ലതുപോലെ വെയിൽ കൊള്ളുന്ന സ്ഥലത്താണ് നമ്മുടെ വള്ളം ഇരിക്കുന്നത്. അതുപോലെ തന്നെ മഴ പെയ്താൽ വള്ളം മറച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് മറച്ചൊക്കെ വെച്ച് എണ്ണയും കൊടുത്തിട്ട് തിരിച്ചു പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നല്ല ഈച്ചയുണ്ട് കേട്ടോ. ഇച്ചിരി നൊന്തതാണെന്ന് തോന്നുന്നു, പക്ഷേ സ്മെല്ലൊന്നുമില്ല, നല്ല മീനാണ്. അപ്പോൾ അതാ കാര്യം. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. നമുക്കത് പൊളിച്ചെടുക്കാം. നല്ലപോലെ പൊളിച്ചെടുക്കാം. ഇത് മാംസം നമ്മൾ ചോറിന് കുക്കറിലോട്ട് അരി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ വിസിലടിക്കുന്നത്. ചോറും കറിയൊക്കെ പെട്ടെന്നാക്കിയിട്ട് ഞങ്ങൾക്ക് പോകണം. ഒരു 12:15 ആകുമ്പോഴത്തേക്ക് പോകണം. കാരണം ചേട്ടന് ഒരു മണിക്കും കണ്ടാ ട്രെയിന് രാത്രി 1:45. അപ്പോൾ അതിൽ പോകണം. അപ്പം നേരത്തെ കൊണ്ടുവന്ന് ആക്കിയിട്ട് വേണം പിന്നെ ഫിസിയോതെറാപ്പിക്ക് പോകാനാണ്. അല്ലാതെ ഒറ്റയ്ക്ക് ബസ്സിൽ പോകാൻ പറ്റത്തില്ലല്ലോ. പോകാം. നമ്മൾ 1-2 പ്രാവശ്യം വന്നതുകൊണ്ട് നമുക്ക് വഴിയൊക്കെ നല്ല ആയിട്ട് നല്ലപോലെ അറിയാം. പക്ഷെ എന്നാലും കൊണ്ടാക്കി വെച്ച് ട്രെയിനിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ സമാധാനത്തേക്ക് പോരാമല്ലോ. കുറേ ഉണ്ട് 100 രൂപയ്ക്കില്ലേ. Vende amma konju pichuane konju pichuan ele penne amme konju pichuan ഞാൻ കൊഞ്ച് വിച്ചുക. konju pichuan കൊഞ്ച് വിച്ചുന്നു. ലിജി കണ്ടോണ്ടിരിക്കുന്നു. എനിക്കിപ്പം ലിജി പിച്ചാന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട. എനിക്കിപ്പം പിച്ചാത്ത എന്താണെന്ന് എൻ്റെ കയ്യെ മണം വരും. പിശയ്ക്ക് കൊണ്ടുന്നത്. അപ്പോൾ അത് കഴുകി കഴിഞ്ഞാൽ മാറും. എന്നാലും ഒരു മണം എന്നാലും ഒരു മണം ഉണ്ടാവും. ഉണ്ടാവേ.
പിന്നെ അല്ലെങ്കിൽ മണം പെട്ടെന്ന് മാറാൻ വേറൊരു വഴിയുണ്ട്. എന്താ തുണി ആ അലക്കണം? തുണി അലക്കണം. അതൊക്കെ ഇപ്പം അമ്മയ്ക്കേ പറ്റുള്ളൂ. എനിക്ക് പറ്റില്ലല്ലോ. പറ്റത്തില്ല. ആ അമ്മ എപ്പോഴും മീൻ്റെ മണം പോകാൻ തുണി അലക്കുകയും കുക്കർ വേഗം പറ്റിട്ട് വേഗം പൊളിച്ചിട്ട് പറ്റിട്ടോ 12:45 പോകേണ്ടതാ. പെട്ടെന്ന് റെഡിയാവും. ആ എല്ലാം കൂടെ ഒരു അരമണിക്കൂർ മതി. ഉം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ പൊളിക്കുന്നത് ഉള്ളി ഞാൻ ഇതൊക്കെ പൊളിച്ച് വരുമ്പോൾ പൊളിച്ചേ അച്ഛനെന്ത് കിടന്നോ വീണ്ടും? കാണുന്നില്ല. ഞാൻ കണ്ടില്ല. ആണോ? കുട്ട അച്ഛൻ കിടന്നോ? ആ അച്ഛൻ കിടന്നു. 12:45 പോയി. 1:45 12:45 ട്രെയിൻ ഇവിടെ വരും. അപ്പോഴേ ആൾക്കാർ കയറിയിരിക്കുക. നമ്മൾക്ക് പോവാം. 12:45 നമുക്ക് പോകണം. 1:45 ട്രെയിൻ. അല്ല അച്ഛന് 1:45 ട്രെയിൻ, നമ്മൾ 12:45 പോകും. 1 മണിക്കൂർ മുന്നേ പോവില്ലേ? ആ വണ്ടി ഓടിച്ചു പോകണ്ടേ. അത് കഴിഞ്ഞ ഫിസിയേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ചക്ക അമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് അവൻ ചക്ക അമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് അവൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്. അല്ല അവിടെ ഇങ്ങോട്ട് പറഞ്ഞതാ മേടിക്കാൻ വാ, ചക്ക കൊണ്ടുപോകാൻ. അല്ലല്ല ഉള്ളിയൊക്കെ നമ്മൾ പൊളിച്ചരിഞ്ഞ സാധനം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി തീയൽ വെക്കാൻ പോകാം. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, നമ്മളൊന്ന് രണ്ടായിട്ട് ചെറുതായിട്ടൊന്ന് പിളർന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ മൂത്തുള്ളൂ. ഒരുപാട് അങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണ്ട. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. ഇനി കൊണ്ട് തീയൽ വെക്കണം, ചോറ് കഴിക്കണം. 12:45 വണ്ടി വിടണം. സമയം കുറേ ആയി. അപ്പം നമുക്ക് കൊഞ്ച് തീയൽ വയ്ക്കാം. നമ്മുടെ കൊഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ തേങ്ങാക്കൊത്ത്, കറിവേപ്പില നല്ലപോലെ മാറ്റിയെടുക്കട്ടെ. ഒരു ബ്രൗൺ കളറാകുമ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് എല്ലാത്തിനും ചെറുതായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം.
ചെറിയുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ മുന്നോട്ട് വരട്ടെ. നല്ലപോലെ കളറൊക്കെ ഒന്ന് മാറണം. ഇപ്പോൾ നമുക്ക് ഉള്ളി ഏകദേശം വാടി. ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. അതും കുറച്ചും കൂടെ പെട്ടെന്ന് വാടിക്കോളും. ലേശം ഉപ്പിട്ട് കൊടുത്ത് നമ്മുടെ ചെറിയുള്ളിക്കകത്ത് ഏറ്റവും പൊടി ഉള്ളി ഉണ്ടായിരുന്നു, അതൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി. നമ്മളെന്ന് വെച്ചാൽ ഇനി ചെറുതായിട്ടൊന്ന് കീറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കിടന്ന് മൂത്തോളും. അതിന് കറക്കിയെടുത്ത് കഴിക്കാനൊക്കെ ഒരു നല്ല രുചിയാണ്. അപ്പോൾ ഇനി തക്കാളി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി എല്ലാം ഒന്ന് എണ്ണയിലൊന്ന് വെന്തപ്പൊടിഞ്ഞ് കഴുകി വെച്ചൊന്ന് കൊണ്ടിട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഇതെല്ലാം എണ്ണയിലൊന്ന് വെന്ത് വരണം നല്ലതുപോലെ. ഇതിന് ശേഷം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ചിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തട്ടി എണ്ണ കിടന്ന് നല്ലതുപോലെ കൊഞ്ച് മൂത്തിട്ടുണ്ട്. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ട്, സാധാ മുളക് പൊടിയുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മീറ്റ് മസാല, ഇത്രയും ഇട്ട് കൊടുക്കാം. ഇതിലൂടെ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം ഒന്ന് പിടിക്കട്ടെ. ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചു. നമ്മുടെ തീയലിപ്പോൾ ഇവിടെ റെഡിയായി. കുറച്ച് നേരം കൂടെ നിന്ന് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് നമ്മുടെ കൊഞ്ചിൻ്റെ ടേസ്റ്റൊക്കെ കൂടെ ഇറങ്ങി മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം തീയൽ. അപ്പോൾ ഇതിവിടെ ഞാൻ കുറച്ച് അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കട്ടെ. ഉപ്പ് നേരത്തെ കുറച്ചാണ് ഇട്ട് കൊടുത്തത്. മതി ഞാൻ അവിടെ നിന്ന് വേവട്ടെ. ഇപ്പോൾ കൊഞ്ച് തീയലൊക്കെ റെഡിയായി ഇറക്കാം. ഇനി ഇത്രയും പറ്റിയാൽ മതി. ചെറിയുള്ളിയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്.
ചിലത് ഉടഞ്ഞിട്ടുണ്ട്, ചിലത് അതുപോലെ തന്നെ വെച്ചിട്ട് കറക്കിയെടുത്ത് കഴിക്കാം. അപ്പോൾ ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഇല്ലാണ് ലിജിക്ക് കുളിക്കാനുള്ള വെള്ളം വയ്ക്കുക. കറിയൊക്കെ റെഡിയായി, ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാനി. തൈരുണ്ട്, ലിജിക്ക് ചോറ് കൊടുക്കാൻ പോവാം. പുറകിൽ ഞങ്ങളും കഴിക്കും. റെഡിയായോ? കൊഞ്ചുത്തീയൽ. ഉറക്കം വരുന്നോ? കുളിച്ച് റെഡിയായി വന്നിരിക്കുന്ന ആൾക്കാർ പറയുന്ന ഉറക്കം വരുന്നെന്ന്. അപ്പോൾ ഞാൻ ചേട്ടന് കൂടി ചോറ് കൊടുക്കട്ടെ. അച്ഛന് ചോറ് കൊടുത്തിട്ടെ എന്നാ. ചേട്ടന് ഇവിടെ ചോറ് കഴിക്കുന്നു, ഞങ്ങൾ കഴിക്കണം. ഞാൻ ലിജിക്കൊന്ന് കുറച്ചൊന്ന് പിടിച്ചു കൊടുക്കട്ടെ പാത്രം, ചേട്ടന് കഴിക്കാൻ. കറി എങ്ങനെയുണ്ട് ചേട്ടാ തീയൽ? കൊള്ളാവോ? എനിക്കും കഴിക്കും. അപ്പം ഞാൻ ചോറ് കഴിക്കുക, ലിജിയും ചേട്ടനും കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളെ 2 പേരേ ഉള്ളൂ. അപ്പം ഞാനൊന്ന് കഴിക്കട്ടെ.